നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ റീൽസിലും ഒക്കെ പ്രശസ്തി ആർജിച്ച അല്ലെങ്കിൽ വളരെ നല്ലൊരു അമ്പലമാണ് അരുവിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അല്ലേ. അതിനകത്ത് പറയുന്നത് പോലെ നല്ല അടിപൊളി അമ്പലമാണ്. ചുറ്റിനും ഇങ്ങനെ വെള്ളച്ചാട്ടമുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തായി 2 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോക്ക് നടക്കില്ല. ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടുകൊണ്ട് ഒരു പരിചയം കണ്ടുകൊണ്ട് കയറി നോക്കിയത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത് വരുന്നത് ഇതിൻ്റെ റൂട്ട് കോട്ടയത്തിനടുത്താണ്. എന്തുവാണ് സ്ഥലത്തിൻ്റെ പേര്? കളത്തൂർ റോഡ്. അത് അടിച്ചു നോക്കിയാൽ മതി. ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ചെറിയ റോഡാണ്, പക്ഷെ നല്ല റോഡാണ്. അപ്പം എല്ലാവരും വന്നൊന്ന് കണ്ടുപോവുക. നല്ല ഭംഗിയായിട്ടോ, നല്ലൊരു അനുഭവം. നമുക്ക് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു അമ്പലം എൻ്റെ അറിവിലില്ല. പിന്നെ കണ്ണൂരും കണ്ടല്ലേ മറ്റേ അമ്പലം. പക്ഷെ ഞാനിത് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു അമ്പലം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുള്ളൂ. നല്ല തണുപ്പുമാണ് വെള്ളത്തിന്. അമ്പലം തുറന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. വന്ന സമയം ഇനി ഒരു ദിവസം കൂടെ വരാം. അപ്പോൾ എല്ലാവരും വന്നൊന്ന് കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ഇതൊക്കെ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതൊക്കെ. നല്ല നല്ല ഭംഗിയാണ്, നല്ല സുഖമാണ്. അന്തരീക്ഷം കാടാണ് ചുറ്റിനും. ഇതിപ്പോൾ ഒരു മഴക്കോളും കൊണ്ട് ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഉച്ച സമയത്തായിട്ടാണ്. കാരണം നമ്മളൊരു യാത്രയുടെ മധ്യഭാഗത്ത് ഇങ്ങനെ കയറിയതാണ്. അപ്പം ഇനി വൈകിട്ട് 5:30-ക്കല്ലേ അമ്പലം തുറക്കത്തുള്ളൂ. അപ്പം ഇതുവഴി പാസ് ചെയ്തപ്പോൾ പോകാതിരിക്കാൻ കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെടികളൊക്കെ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട അമ്പലത്തിൻ്റെ മുമ്പിലൂടെ ഉള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ട. അച്ഛനും അമ്മയും അമ്പലം അടച്ചേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തൂടെ വരാം. അടച്ചേക്ക് നമുക്ക് അപ്പുറത്തൂടെ വരാം. കണ്ട ഫ്രണ്ട് ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഇനി അപ്പുറത്തൂടെ വരണം. കണ്ട വെള്ളം പോകും. ജാതിക്ക കൃഷിയാ, ഫുള്ള് കൃഷിയാ അവിടെ. നമുക്ക് അയ്യോ നോക്കിയാടാ, ഇരുണ്ടിരിക്കുമല്ലേ അമ്മ, ഒക്കമില്ല. ഒരു ജാതിമ അങ്ങനൊരു പാട്ടില്ലേ, ഒരു ജാതി ഒരു മതം. അതല്ല സിനിമ ഉണ്ടമ്മേ, അതിനകത്തൊരു പാട്ടുണ്ട്. അതല്ല ജാതിക്കകത്തോട്ടം. ഇതിൻ്റെ മനോഹാരിത കണ്ടോ. അങ്ങനെ ഞങ്ങളും എത്തി അരുവിക്കര ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. ഒരു ഫ്രണ്ട് വ്യൂ ആണേ. മറ്റേ നമ്മളെ പുറകെ കൂടെ കയറി വന്നേ. അമ്പലം അടച്ചേക്കുന്നതുകൊണ്ട് പുറകെ കൂടെ കയറി വന്നതായിരുന്നു. ഇപ്പോൾ സൈഡ് തുറന്നിട്ടുണ്ട്, അതിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിപൊളിയായി. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഒത്തിരി പേരുണ്ട് കേട്ടോ ഈ സമയം. അമ്പലം അടച്ചേക്കുവാണെങ്കിൽ ഒത്തിരി ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. എനിക്കതിങ്ങനെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാരാണ്. അവിടെ ജാതിക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ജാതിക്കയുണ്ട് ഇവിടെ. പിന്നെ ഇപ്പുറത്ത് റബ്ബറും ഒരു മൊത്തത്തിലൊരു മൂടാപ്പ് പോലെ അല്ലേ. കാവും കാടും കുളവും. ഇതാണ് അമ്പലം.
അമ്പലത്തിൽ പൂജയ്ക്കുള്ള പൂക്കൾ ചെടികൾ ഇവിടെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. തെറ്റിയും ചെമ്പരത്തിയും മറ്റേ എന്തുവമ്മേ അത് കമ്മലിയടി അല്ലേ? കമ്മലല്ലല്ലോ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് വാടാമല്ലി. അത് നമ്മൾ അത്തപ്പൂവിനും ഒക്കെ ഇടാൻ. ഇലഞ്ഞി, പച്ചത്തുളസി ഉണ്ട്, പച്ചത്തുളസി. അത് വേണ്ടിയത് വെള്ളമന്താരം. ഇപ്പം എങ്ങും ഇല്ല ഇത്. പൂജയ്ക്ക് നല്ല നമ്മുടെ അങ്ങ് ഇഷ്ടം പോലെ ഇല്ലേ. ഞാനും കൊണ്ടുവച്ചിട്ടുണ്ട്. ശംഖുപുഷ്പം എല്ലാം ഉണ്ട്. പിന്നെ ന്യൂജനുണ്ട്. തുറന്നിട്ടുണ്ടോ? അകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. പ്രഭശാസ്താവ് സത്യേകനും ഉണ്ട് ഇവിടെ. സർപ്പങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. നന്ദി കുടിക്കല്ല് കഴിയുന്നുണ്ട്. മൊത്തം റബ്ബറായിട്ടോ, റബ്ബർ എസ്റ്റേറ്റ് മുതലാളി. അതാണ് അമ്പലത്തിൻ്റെ പുറകിൽ കൂടെ ഉള്ള വഴി. ഇത് ഉപയോഗിച്ചു. ഇനി വേറെ അടുത്തിപ്പോൾ കഴിയും. അതൊക്കെ നമ്മൾ നിർബന്ധമുള്ളതായിരുന്നു. ഉണ്ടോ ഒഴുക്ക്? ഇത്ര ക്ലിയർ ആണെന്ന് നമുക്ക് വെള്ളം. ഈ ഒഴുക്കാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് വരുമ്പോൾ കാണുന്നത്. ഒഴിയാൻ പാടില്ല. ഫുള്ള് പച്ചിപ്പല്ലേ. അങ്ങനെ അരുവിക്കര ക്ഷേത്രവും കണ്ടു. ഉണ്ടാ എൻ്റെ അമ്മ അവിടുന്ന് പച്ചത്തുളസിയുടെ കമ്പും അടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് പിന്നെ ദൈവത്തിനോട് സോറിയൊക്കെ പറഞ്ഞു കേട്ടാ, ശിവനും മുരുകനും എടുത്തുകൊണ്ട് വന്നതിന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അരുവിക്കര, കോട്ടയത്തുള്ള അരുവിക്കര ക്ഷേത്രം കണ്ടു. അതിലെ വെള്ളച്ചാട്ടവും വെള്ളത്തിൻ്റെ നടുക്കിരിക്കുന്ന അമ്പലവും കാണിച്ചു തന്നല്ലോ. അപ്പോൾ കഴിയുന്നതും ആൾക്കാർ വന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു അനുഭവമാണ് ഇത്ര അടുത്തൊരു സ്ഥലത്ത്. എൻ്റെ ആദ്യത്തെ അനുഭവമായത്. വളരെ രസകരമായൊരു ഇതാണ്. എനിക്കൊന്ന് ഏർലി മോർണിംഗ് ഒക്കെ വരുമ്പോഴും സന്ധ്യാസമയത്തൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഈ ശബ്ദവും നിറയെ ആളുകളും ഒക്കെ ആയിട്ട് അല്ലേ. പിന്നെ കുളിക്കേണ്ടവർക്ക് കുളിക്കാം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്, തോർത്തുമൊക്കെ ആയിട്ട് വന്നിട്ട്. അല്ല, വലിയവരും ഒക്കെ കുളിക്കുന്നുണ്ട്. നല്ല രസമാണ്. പേടിക്കാനൊന്നുമില്ല. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ താഴെ വിടാം. ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. തന്നെ ഒട്ടും വഴുക്കലും ഇല്ല, തന്നെ വീഴുവൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് വരുന്നവർ കുളിക്കാനുള്ള സൗകര്യത്തോടു കൂടി വരുക. ബാത്റൂമും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.